ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെല്ലാം കൂടി ചേർത്ത് തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഇരുതലമൂല എന്ന പ്രദേശത്തെ 30 സെന്റ് സ്ഥലത്ത് അതിമനോഹരമായി നട്ട ജമന്തി തോട്ടത്തിലാണ്. 30 സെന്റ് സ്ഥലത്ത് 2400 തൈകളാണ് ഇവർ വെച്ചേക്കുന്നത്. വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ 3 പേരും ചേർന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ അമ്മയും അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ചേർന്ന് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിന് അടുത്തായിട്ടൊരു ജമന്തിപ്പാടം കൂടുതൽ അറിയാനായിട്ട് നമുക്കിത് കൃഷി ചെയ്തവരെ തന്നെ ഇവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. ഹായ്, പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇത് നട്ടതോടുകൂടി നിങ്ങൾക്കുണ്ടായ സന്തോഷവും നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങളുടെ ഫസ്റ്റ് ടൈം അല്ലേ, ജീവിതത്തിൽ ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കൃഷി ചെയ്തത്? അതിൽ നിങ്ങൾക്കുണ്ടായ അനുഭവമൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം ഒന്ന് കൂടി പറയാം. ഒരു ഗവൺമെൻറ് UP സ്കൂളിൽ ഈ ഇതിൻ്റെ കൃഷിയല്ലേ ചെയ്തിരുന്നു. അപ്പം ഞങ്ങളത് പോയി കണ്ടു. അപ്പം ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തൊട്ട് ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഈ കൃഷി ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം ഓണമല്ലേ വരുന്നതെന്ന് കരുതി ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി. ഇത് 30 സെന്റ് സ്ഥലമാണ്. ഈ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ തന്നെയാണ് ഇതിനെ വിള പണിത് എല്ലാ ജോലിയും ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. കൃഷിഭവനാണ് ഞങ്ങൾക്ക് തൈ തന്നത്. പിന്നെ ഞങ്ങളുടെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയും പഞ്ചായത്ത് ഭരണസമിതിയും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു. ഈ ഇവിടുത്തെ നാട്ടുകാർ അവരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത്. ഞങ്ങൾ 18 വനിതകൾ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത്. എന്തായാലും ഇതുവരെ നിങ്ങൾ ഇത്രയും, കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണോ ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ആത്മസംതൃപ്തി എന്താണ്? ഇതിൽ നിന്ന് ലാഭം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ല. ഞങ്ങൾക്ക് ഇതൊരു ഭംഗി, ഈ നാട്ടിലുള്ള ജനങ്ങൾ അവർക്ക് കാണാനും ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ സുന്ദരപാണ്ഡ്യപുരവും തമിഴ്നാടും ഒക്കെയാണ് അതല്ലേ ഈ ഒരു മനോഹര കാഴ്ച കാണാനായിട്ട് പോകുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷവും ആഗ്രഹവും വിജയവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനാണോ അതോ എങ്ങനെയാണ്? ഇത് വേറെ എന്തെങ്കിലും കൃഷി ഓരോ സീസണലായിട്ട് ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. ഇതിനിപ്പോൾ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടോ? ഓർഡർ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? കുറച്ച് ഓർഡറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫോട്ടോഷൂട്ടും പിന്നെ വെഡിങ് എല്ലാം സേവ് ദ ഡയറ്റിൻ്റെയൊക്കെ ആൾക്കാർ നമ്മൾക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും അതിന് വേണ്ടുന്ന അനുമതി കൊടുക്കും. ഇനാഗുറേഷൻ എന്നാണ് നിങ്ങളിത് പൂ പറിക്കുന്നതിൻ്റെ ഇനാഗുറേഷൻ? ഞങ്ങളുടെ സ്ഥല MLA അരുവിക്കര അവറുകളാണ്. 4-ാം തീയതി 5-ാം തീയതി ഡേറ്റ് സെപ്റ്റംബർ അല്ലേ? തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ? ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം
നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്